പാർട്ട് 2 ഓഫ് ഇൻസെക്യൂരിറ്റീസ്. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് വൺ ബോഡി ആൻഡ് സെക്കൻഡ് വൺ സ്കിൻ ടോൺ. ബോഡി ഷെയ്മിങ് അനുഭവിച്ചിട്ടില്ലാത്ത ഒരാളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഞാൻ. ബിക്കോസ് ഞാൻ ഭയങ്കര സ്കിന്നി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അവർ പറയുന്ന കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഞാൻ ഇത്രയ്ക്കും എന്നുള്ള ആ ഒരു ഇതായി നമ്മൾ ശരിക്കും നമ്മൾ ബ്രോക്കൺ ആയി പോകുന്ന രീതിയിൽ സംസാരിക്കും. എൻ്റെ വീട്ടിൽ പല ആളുകളും മുന്നേ സംസാരിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. വേണ്ടി അയ്യോ ഇതിനൊന്നും തിന്നാൻ കൊടുക്കത്തില്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കും. ഇവർ പറയുന്ന കേട്ടാൽ തോന്നും എൻ്റെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്ന മുഴുവൻ എൻ്റെ അമ്മയും അമ്മാമ്മയും കഴിക്കും, ബാക്കിയുള്ളത് എൻ്റെ അച്ഛന് പാഴ്സൽ ചെയ്ത് കൊടുക്കും, ബാക്കിയുള്ളത് പിന്നെ കുറച്ചുള്ളത് പിന്നെ എൻ്റെ അനിയന് ഇവിടെ നിന്ന് കൊച്ചിലോട്ട് പാഴ്സൽ ചെയ്ത് കൊടുക്കും, ഞാൻ ഇവിടെ എന്തോ എന്നെ അങ്ങനെ ഇട്ടേക്കുന്ന രീതിയിൽ സംസാരിക്കും. ശരിക്കും അത് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് അപ്പോൾ റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എൽഡർ അങ്ങനെയുള്ള കൺസേൺ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ആ കൺസേൺ ഇല്ല. ഇപ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ ഫേസ് മാറുന്നത് വെച്ചിട്ട് അവർക്ക് മനസ്സിലാക്കാം ഇനി അടുത്ത് എന്താണ് പ്രൊസീജിയർ എന്നുള്ളത്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് പലരും. അതിപ്പോൾ സ്കിന്നി ആയിക്കോട്ടെ പ്ലസ് സൈസ് ഉള്ളവരായിക്കോട്ടെ രണ്ടുപേരും ഒരുപോലെ നേരിടും. സ്കിന്നി ആയിരിക്കുമ്പോൾ പറയും കൊച്ചു നീ വല്ലതൊക്കെ കഴിച്ച് വണ്ണം വെക്കെന്ന് പറയും. വണ്ണം വെച്ചാൽ പറയും അയ്യോ നീ ഭയങ്കരമായിട്ട് തടിച്ചു പോയല്ലോ എന്ന് പറയും. ഇവരിങ്ങനെ സംഭവം സംസാരിച്ചുകൊണ്ടിരിക്കും. സ്കിന്നി ആയാലും പ്ലസ് സൈസ് ആയാലും സംസാരിക്കും. നമ്മുടെ ബോഡിയിൽ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്. അതിപ്പം സ്കിന്നി ആയാലും പ്ലസ് സൈസ് ആയാലും ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക, നമ്മളെ തന്നെ മേക്കപ്പ് ചെയ്യുക, നമ്മുടെ സെൽഫ് പ്രൗഡ് ആയിരിക്കുക, അതാണ് ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ ബാക്കിയുള്ളവർ സംസാരിക്കുന്നതിനെ പറ്റിയിട്ട് ബോധർ ചെയ്യേണ്ട. വണ്ണം വെച്ചാലും വണ്ണം കുറഞ്ഞാലും ഒക്കെ അവരിങ്ങനെ പറയും വണ്ണം കൂടിപ്പോയാൽ കുറയ്ക്കണം, വണ്ണം കുറഞ്ഞു പോയാൽ കൂട്ടണം, ഇങ്ങനെ സംസാരിക്കും. പക്ഷെ ആക്ച്വലി ഈ ആളുകളുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയോ? നമുക്കെന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ സമയമില്ല. ജസ്റ്റ് വി ആർ ബിസി ഓൺ അവർ ലൈഫ്. നമ്മുടെ ലൈഫ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബിസി ആയിരിക്കും. നമ്മൾ ആ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യും. നമ്മുടെ കരിയർ, നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്യും. പക്ഷേ ഈ ആളുകളുടെയൊക്കെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് വേറെ ഒരു പണിയും ഇല്ല പ്രത്യേകിച്ച്. മറ്റുള്ളവരുടെ കാര്യം നോക്കുക, പരദൂഷണം പറയുക, ഇങ്ങനത്തെ ഒരു ടൈപ്പ്. സോ ഇവർ പറയുന്ന കാര്യം കേൾക്കണ്ട. സ്വന്തമായിട്ട് സ്വന്തം സെൽഫിന് സെൽഫ് ലവ് കൊടുക്കുക, അതാണ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്കിൻ ടോൺ. സ്കിൻ ടോൺ ഭയങ്കര വലിയ കൺസേൺ. കുഞ്ഞു കുട്ടി മുതൽ, ജനിക്കുന്നത് മുതൽ തുടങ്ങുന്ന സംഭവം അയ്യോ കൊച്ചു കറുത്തിട്ടാണല്ലോ, ഇങ്ങനത്തെ ഒരു സംസാരം എനിക്ക് ഒട്ടുമേ ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ്. ഫെയർ ആയിക്കോട്ടെ, മീഡിയം ആയിക്കോട്ടെ, ഡസ്കി ആയിക്കോട്ടെ, എല്ലാം ഡിഫറൻസ്. നമ്മൾ അച്ഛനമ്മയും പോലെയല്ലേ ഇരിക്കത്തുള്ളൂ, നാട്ടിലുള്ളവരെ പോലെ ഇരിക്കത്തില്ലല്ലോ. സോ അത് മനസ്സിലാക്കുക. നമ്മൾ എപ്പോഴും പ്രൗഡ് ആയിരിക്കുക, നമ്മുടെ സെൽഫ് പ്രൗഡ് ആയിരിക്കുക. ഫെയർ ആണോ ഡസ്കി ആണോ ഡസൻ മാറ്റർ. നമ്മുടെ ക്യാരക്ടറാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മുടെ ക്യാരക്ടർ, നമ്മൾ എങ്ങനെ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ നമ്മുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നു, നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കുന്നു, നമ്മുടെ എഡ്യൂക്കേഷൻ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ്. ഫസ്റ്റ് അത് മനസ്സിലാക്കുക. ഒരിക്കലും ഈ കണ്ട ആളുകൾ പറയുന്നതും കേട്ടുകൊണ്ട് വന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഇരിക്കുന്നു ഒന്നും പറയരുത്. അതിൽ ഒരു ശതമാനം പോലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. എക്സാക്ട്ലി പറഞ്ഞാൽ ദേ ആർ ലൈക്ക് വേസ്റ്റ് ബോക്സ്. ഓക്കെ,